കൃഷിക്കാരോട് പറയുന്നതാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ എക്സ്പോർട്സുകളെ വിളിക്കുക, അല്ലെങ്കിൽ നല്ല കടകളിൽ പോയി സെലക്ട് ചെയ്യണം. അംഗീകാരമുള്ള വ്യാപാരികളുടെ ഇത് വ്യാപാരികളുടെ നിരത്തിലൊരു കുഴപ്പം, നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനത്തിന് ഗുണം കിട്ടിയില്ല, നിങ്ങൾ ആരോട് പോയി പ്രത്യേകിച്ച് നമ്മുടെ ഒരു നിയമമുണ്ട്. നമ്മുടെ ഈ കീടനാശിനിയുടെയൊക്കെ ലൈസൻസിങ്ങിൻ്റെ ഫുൾ അതോറിറ്റി വരുന്നത്, അതായത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന്. പക്ഷേ സ്റ്റേറ്റിനും അതിൻ്റെ അധികാരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് വന്നെങ്കിൽ പോലും ഏത് കമ്പനിയും നമുക്ക് കേരളത്തിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സ്റ്റേറ്റ് ലൈസൻസ് എടുക്കേണ്ടി വരും. അതായത് ഇവർക്ക് വേണ്ടുന്ന പഞ്ചായത്തിൻ്റെ ലൈസൻസ്, കീടനാശിനിയുടെ, വളത്തിൻ്റെ ഈ ലൈസൻസുകളെല്ലാം അവിടെ എക്സിബിറ്റ് ചെയ്യണം. നമുക്ക് കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം. നമസ്കാരം സാർ. നമസ്കാരം ലിനി സാർ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ TH പറ്റിയും അതോടൊപ്പം തന്നെ അനുബന്ധമായിട്ടുള്ള ഫെർട്ടിലൈസറെ പറ്റി ഒരു ബേസിക് അവയർനെസ് നമ്മൾ ക്ലാസ് ആയിട്ട് എടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ ഒരു ഏപ്രിൽ മെയ് മാസം കടുത്ത ചൂടാണ്. അപ്പോൾ ടെമ്പറേച്ചർ എന്നൊരു ടോപ്പിക്ക് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചർച്ചയാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും, അതായത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ഇതെല്ലാം എങ്ങനെ ഏലകൃഷിയെ ബാധിക്കുന്നു, എഫക്റ്റ് ചെയ്യുന്നു, ഇതിനെപ്പറ്റിയാണ് ഇന്ന് നമുക്ക് ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൃഷിക്കും ടെമ്പറേച്ചർ ആവശ്യമുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ നല്ല ടെമ്പറേച്ചർ നമ്മൾ കണക്കൂട്ടുന്നു, കോമൺ ആയിട്ടാണ് പറയുന്നത് ഏകദേശം ഒരു 15 അല്ലെങ്കിൽ 18 മുതൽ ഒരു 30 ഡിഗ്രി വരെയാണ്. അത് എല്ലാ കൃഷിക്കും. ഏലത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കുമുള്ള പഠനങ്ങൾ പറയുന്നത് 10 മുതൽ 20 ഡിഗ്രി വരെ സെൻറ്റിഗ്രേഡാണ് ഏലത്തിന് ഏറ്റവും നല്ലത്. അതായത് നല്ല രീതിയിൽ പരിചരിക്കുന്ന ഒരു ഏലത്തിന് 10നും 20നും ഇടയ്ക്ക് ടെമ്പറേച്ചർ വരുമ്പോൾ ശരിക്കും എല്ലാ കാര്യങ്ങളും ശരിയാവും, സെറ്റിംഗ് ഒക്കെ ശരിയാവുകയും നല്ല രീതിയിൽ ഉൽപ്പാദനം നടക്കുകയും ചെയ്യും. ഇനി 10ന് താഴോട്ട് വന്നാലും 20ന് മുകളിലോട്ട് വന്നാലും എന്നുള്ള കാര്യം, അപ്പം നമ്മൾ തന്നെയാണെങ്കിലും മനുഷ്യനാണെങ്കിലും എല്ലാ ജീവികളും എല്ലാ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നോക്കും. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട്. ടെമ്പറേച്ചർ കൂടി ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു 32 വരെയൊക്കെ ചൂട് നമ്മുടെ ഇടുക്കി ജില്ലയിൽ വന്നിട്ടുണ്ട്. മറ്റുള്ള മേഖലയിലൊക്കെ 40-നടുത്ത് ടെമ്പറേച്ചർ വന്നതുകൊണ്ട്. എന്നാലും ഒരു പരിധിവരെയൊക്കെ ഈ കാലാവസ്ഥയൊക്കെ ചെടി പിടിച്ചു നിന്ന് പോകും. നമ്മുടെ ഏലത്തിനപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം 10 മുതൽ 20 വരെ ആണെങ്കിലും ഇപ്പം 30 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സെൻറ്റിഗ്രേഡിലാണെങ്കിലും കാപിടുത്തം അവിടെ ഇവിടെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏലച്ചെടി അതുകൊണ്ട് പൊരുത്തപ്പെട്ടതുകൊണ്ടും നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഏലം കൃഷി ചെയ്യുമ്പം ഒരു ഫെബ്രുവരി മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ കുറവായിരുന്നു. ഇത്രയും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡസ്റ്റ് അടിച്ചിട്ടാണ് പോകുന്നത്. അതായത് മീതൽ പാരത്യോണൊക്കെ നിരോധിച്ച് പോയ കുറേ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ അടിച്ചിട്ട് പോവുക. ഇപ്പോൾ അതല്ല, കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടു, നമുക്ക് സൗകര്യങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും നനയ്ക്കാൻ സംവിധാനം ഉള്ളതുകൊണ്ട് പല പല കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ കോമൺ ആയിട്ട് പറയുമ്പം നമ്മളെ ബന്ധിപ്പിച്ച് പറയാം, ഈ ചൂട് നമുക്ക് താങ്ങാവുന്നതിലും അധികമായി. ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്, ഇവിടെ നമുക്ക് ചൂടടിക്കുന്നുണ്ട്. ഇടുക്കിയിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വരുമ്പം എല്ലാവർക്കും ഒരു നല്ല കാലാവസ്ഥയായിരുന്നു. അവിടെ പോലും നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല മനുഷ്യന്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ വെറ്റ് ബൾബ് എഫക്റ്റ് എന്ന് പറയും. അത് നമ്മുടെ ഹ്യൂമനെ പറ്റി മോഡേൺ മെഡിസിനിൽ പറയുന്നത്, അതായത് അന്തരീക്ഷത്തിലെ ചൂട് കൂടിക്കഴിയുമ്പം നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ടൊരു കാര്യം ചെയ്യും, ശരീരത്തിനെ തണുപ്പിക്കാനുണ്ട്. അത് ശരീരത്തിലെ പ്രകൃതിയിൽ തന്നെ ഒരു പ്രോസസ്സാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ള. ഈ നമ്മളെ തണുപ്പിക്കാൻ വേണ്ടി ചെയ്യും. ആ തണുപ്പിക്കാനുള്ളൊരു പ്രോസസ്സാണ് വിയർക്കുക എന്നുള്ളത്. ഈ വിയർത്ത് വരുമ്പം അന്തരീക്ഷ ഈർപ്പം കൂടുതലാണെങ്കിൽ നമ്മൾ ആ വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വറ്റിപ്പോകാതിരിക്കുകയും ചെയ്യും. അങ്ങനെയാണ്, അതുകൊണ്ടാണ് നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പോകുമ്പോഴേ വിയർത്തൊഴുകുന്നത്. ഇവിടെ അത്രയും ഹ്യൂമിഡിറ്റി ഇല്ല. ഹ്യൂമിഡിറ്റി കുറഞ്ഞതുകൊണ്ട് ഇവിടെ ഒരു പരിധിവരെ നമ്മളെ വിയർപ്പ് അറിയുന്നില്ല. പക്ഷേ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ ചൂട് വരുമ്പോൾ നമ്മുടെ ശരീരം തണുപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ചെടിക്കും ഈ ചൂട് പ്രശ്നമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിക്ക് സ്ട്രെസ്സുകളുണ്ടാവും. ഈ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്കുണ്ടാകുന്ന ദോഷങ്ങൾ പലതുണ്ട്. നമ്മൾ എത്രയൊക്കെ നല്ല രീതിയിൽ പരിചരിച്ചാലും നമുക്ക് ചെടിക്ക് വേണ്ടുന്ന പോഷകങ്ങളും ന്യൂട്രിയൻസും കാര്യങ്ങളുമൊക്കെ ആവശ്യമായിട്ട് കിട്ടാതെ വരും, അല്ലെങ്കിൽ ഇത് കൈമാറ്റം ചെയ്യപ്പെടാതെ വരും. അത് കഴിഞ്ഞ് നമ്മൾ ശരിക്കും അതിനറിയണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല വെയിലടിക്കുന്ന ഒരു ഷെയ്ഡും ഇല്ലാത്ത ഏലത്തിൻ്റെ ചെടികൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇലകൾ ഏകദേശം ഒരു മഞ്ഞ കളറിലോ അല്ലെങ്കിൽ ഒരു വാടിയ തളിരില വരെ കാണാം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സൂര്യപ്രകാശം അടിച്ചിട്ട് ന്യൂട്രിയൻസ് ലഭ്യമാകാതെയും ഫോട്ടോസിന്തസിസ് ഉള്ള പ്രവർത്തനങ്ങൾക്ക് നടക്കാതെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കുക. സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങൾ കൊടുക്കാം. അപ്പോൾ നേരത്തെ ചൂടിന് പ്രൊട്ടക്ഷനായിട്ട് പൊട്ടാസ്യം സിലിക്കേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആലിഫാറ്റിക് കോമ്പൗണ്ടുകളുണ്ട്. പിന്നെ സീവിഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇപ്പോൾ ഈ കാര്യങ്ങളെ കൊടുക്കാം. അപ്പോൾ സീവീഡ് നമ്മൾ കൊടുക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീവീഡിനകത്തിൽ മെയിനായിട്ട് സൈറ്റോകൈൻസ് വരുന്നുണ്ട്, അമിനോ ആസിഡ്സ് വരുന്നുണ്ട്, പ്രോട്ടീൻ വരുന്നുണ്ട്, ന്യൂട്രിയൻസ് വരുന്നുണ്ട്. ഈ ന്യൂട്രിയൻസൊക്കെ വളരെ ചെറിയ തോതിലേ ഉള്ളൂ. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്ന ഇതാണ്. അതിനകത്ത് ഈ സീവീഡ് കൊടുക്കുമ്പോൾ അഡീഷണൽ ഗുണം കിട്ടുന്നത് സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്. ഈ സൈറ്റോകൈൻസ് നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും അത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20-25 ഡിഗ്രിക്കൊക്കെ മേളിൽ വരുമ്പോൾ ഫംഗ്ഷൻ ശരിയാവും. അപ്പോൾ ഈ സമയത്ത് സൈറ്റോകൈൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും, ഈ സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്യുകയും ചെയ്യും. അപ്പം നമുക്ക് സൈറ്റോകൈൻസോ സൈറ്റോകൈൻസോ അമിനോ ആസിഡ്സോ ഈ പ്രോട്ടീൻസോ പ്രത്യേകം കൊടുക്കുക. ഈ സീവീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും. ഈ സീവീഡ് എന്ന് പറഞ്ഞ കാര്യം നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, കടൽപ്പായലെന്ന് പറഞ്ഞ്. ഇതിന് കടൽപ്പായലെന്ന് പറയാം, സീ വെജിറ്റബിൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ മറൈൻ വെജിറ്റബിൾസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും കൃഷിയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇത് കൃഷി കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മളല്ല, ജപ്പാനിലെ ആൾക്കാരൊക്കെ സുഷി എന്ന് പറഞ്ഞൊരു വിഭവമുണ്ട്. അതിനൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ സീവീഡ്സൊക്കെയാണ്. സാലഡ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പം നല്ല സീവീഡ്സ് ഉണ്ട്. സീവീഡ് തന്നെ പല രീതിയിലുണ്ട്. അതായത് ഗ്രീനുണ്ട്, ബ്ലൂ ആൽഗേ വരുന്നുണ്ട്, അതുകൂടാതെ റെഡ് ആൽഗേ വരുന്നുണ്ട്. അപ്പം ഈ സീവീഡിന് തന്നെ ഗുണം കിട്ടുന്നത് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ വളരുന്നതിനായിരിക്കും കൂടുതൽ ഗുണങ്ങൾ. അപ്പം നമ്മളത് സെലക്ട് ചെയ്ത് എടുക്കുക. നല്ല കമ്പനിയുടെ ഉണ്ട്, പ്രോഡക്റ്റ് നല്ലതായിരിക്കണം, കൃഷിക്കാർക്ക് കിട്ടുന്ന ആ വില നല്ലതായിരിക്കണം. ഇങ്ങനെ പോകുന്ന സീവീഡുകളുണ്ട്. ഈ സാധാരണ കർഷകനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റുകളാണ്. കാരണം ഇപ്പോൾ എല്ലാത്തിനും വില കൂടി നിൽക്കുകയാണ്. അപ്പം സാധാരണ ഒരു കർഷകനെ സംബന്ധിച്ച് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം ഈ സീവീഡ് കൊടുക്കാനൊക്കെ ആയിട്ട്. ഒരു കാലഘട്ടത്തിൽ ഇത് ഡ്രഞ്ച് ചെയ്യുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. നല്ലതാണ്. സ്പ്രേയും കൊടുക്കാം. സ്പ്രേയിങ്ങിനും ഡ്രഞ്ചിങ്ങിനും നല്ലതാണ്. നമ്മുടെ ഇപ്പം സീവീഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ സീവീഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്പ്രേ ചെയ്യുകയും ചെയ്യാം, ഡ്രഞ്ച് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഏത് വളങ്ങളും, അതായത് നമ്മുടെ ന്യൂട്രിയൻസോ പോഷകങ്ങളൊക്കെ ശരിയായിട്ട് ചെടി ഉപയോഗിക്കാനും അതിന് കിട്ടുന്ന ഒരു ടെമ്പറേച്ചർ, അനുകൂല സാഹചര്യം, അതായത് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഒരു 18 മേളിൽ അല്ലെങ്കിൽ ഒരു 15 മേളിൽ വന്ന് 30 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോൾ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് നമ്മൾ കൊടുക്കുന്ന പോഷകങ്ങളെല്ലാം ചെടി ഉപയോഗിക്കും. പിന്നെ മറ്റ് മഴ കൂടുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങളൊന്നും നമുക്ക് പേടിക്കാൻ വേണ്ട, ധൈര്യമായിട്ട് ചെയ്യാം. പിന്നെ ഈ സീവീഡ് കൊടുക്കുന്ന കൂട്ടത്തിൽ കൂടുതലായിട്ട് ഇപ്പോൾ ഡെഫിഷ്യൻസി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാൽസ്യത്തിൻ്റെ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, സിങ്ക്, ബോറോൺ ഇതുണ്ട്. ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃഷിക്കാരോട് പറയുന്നതാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ എക്സ്പേർട്സുകളെ വിളിക്കുക, അല്ലെങ്കിൽ നല്ല കടകളിൽ പോയി സെലക്ട് ചെയ്യണം, അംഗീകാരമുള്ള വ്യാപാരികളുടെ. ഇത് വ്യാപാരികളുടെ നെടുത്തിലൊരു കുഴപ്പം, നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനത്തിന് ഗുണം കിട്ടിയില്ല, നിങ്ങൾ ആരോട് പോയി ചോദിക്കും. പിന്നെ നമ്മുടെ ഈ ഫീൽഡിൽ ഇപ്പം പല സാധനങ്ങൾ ചെയ്യുന്നുണ്ട്, കൃഷിക്കാർ പലത് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ 1-2 പേര് ഈ കുറച്ച് ആൾക്കാർ ഉപയോഗിച്ചു, വിലയും കുറവാണ്, നല്ലതായിട്ട് ഈ ടോപ്കോ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. കാരണം 1-2 ഒത്തിരി കമ്പനികളുണ്ട്, അത് ഓരോരുത്തരുടെ ചോയ്സാണ്. നമ്മൾ ഈ കൊടുത്തു കഴിയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അംഗീകാരമുള്ള വ്യാപാരികളിൽ നിന്ന് എടുക്കാൻ പറഞ്ഞതിന് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഈ ഫേസ്ബുക്കിൽ നിന്നൊക്കെ പല ഓർഡറും കണ്ടിട്ട് ഞാനും കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു നിയമമുണ്ട്, നമ്മുടെ ഈ കീടനാശിനിയുടെയൊക്കെ ലൈസൻസിങ്ങിൻ്റെ ഫുൾ അതോറിറ്റി വരുന്നത്, അതായത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന്. പക്ഷേ സ്റ്റേറ്റിനും അതിൻ്റെ അധികാരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് വന്നെങ്കിൽ പോലും ഏത് കമ്പനിയും നമുക്ക് കേരളത്തിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സ്റ്റേറ്റ് ലൈസൻസ് എടുക്കേണ്ടി വരും. അത് വളത്തിനായാലും നമ്മുടെ ഈ മറ്റ് പോഷകങ്ങൾക്കായാലും കീടനാശിനിക്കായാലും ഉണ്ട്. അപ്പം നമ്മൾ കാണുന്ന കടകളെല്ലാം അവരെല്ലാം പ്രത്യേകിച്ച് ലൈസൻസ് എടുത്തവരാണ്. നമ്മൾ കടയിൽ പോവുകയാണെങ്കിൽ എല്ലാവർക്കും ആ കടയിൽ അവരുടെ ലൈസൻസ്, അതായത് നമ്മുടെ കൃഷിഭവൻ കൊടുത്തേക്കുന്ന അല്ലെങ്കിൽ ഓതറൈസിങ് ഏജൻസി കൊടുത്തേക്കുന്ന സർട്ടിഫിക്കറ്റ് അവിടെ കിടക്കണം. അപ്പോൾ നമുക്ക് നാളെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായാൽ അവരോട് പരാതി പറയാനും അവരുടെ കയ്യിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും പറ്റും. ആ രീതിയിൽ തന്നെ നമ്മൾ പോകാവുള്ളൂ. അപ്പോൾ ഈ ഓതറൈസ്ഡ് ഷോപ്പാണെന്ന് കർഷകർക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരേ കാര്യം അവരുടെ ലൈസൻസ്. അവിടെ എന്തായാലും നമ്മുടെ സർക്കാർ കേൾക്കുന്ന നിബന്ധനയുണ്ട്. അവിടെ ചെല്ലുമ്പം കുറേ ഒത്തിരി കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് ഇവർക്ക് വേണ്ടുന്ന പഞ്ചായത്തിൻ്റെ ലൈസൻസ്, കീടനാശിനിയുടെ, വളത്തിൻ്റെ ഈ ലൈസൻസുകളെല്ലാം അവിടെ എക്സിബിറ്റ് ചെയ്യണം. നമുക്ക് കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം. എന്തൊക്കെ വിൽക്കണം വിൽക്കരുതെന്ന് പോലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. അതുകൊണ്ട് ഇപ്പം നമുക്കൊരു ഗുണം വന്നാലും ദോഷം വന്നാലും നേരിട്ട് പോയോട് സംസാരിക്കാമല്ലോ. ഇപ്പം ഈ മൈലെണ്ണ കച്ചവടം പോലാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഫിസേറിയ എന്നും പറഞ്ഞ് ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയും. അതായത് നമ്മുടെ തട്ടിക്കൂട്ട് സാധനങ്ങളും എല്ലാം കൊണ്ടുവന്ന് വരും. പിന്നെ ഇതുകൂടെ ശ്രദ്ധിക്കുക, ഏതാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രോഡക്റ്റായിട്ട് വരുന്നു, ഇത് ചെയ്തു കഴിഞ്ഞാൽ സർവ്വരോഗ സംഹാരി, അതായത് മൈലെണ്ണ കച്ചവടം എന്ന് പറഞ്ഞു
കുഴിനകം മുതൽ ക്യാൻസർ വരെ എല്ലാ അസുഖത്തിനും ഇതാന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പോയി അകപ്പെടാതെ നിങ്ങൾ അംഗീകാരമുള്ള കടകളിൽ പോയി, നമ്മുടെ വ്യാപാരികളുണ്ട് കടകൾ, അവർ എല്ലാ കാര്യങ്ങളും ക്ലിയറാക്കി വെച്ചിട്ട് ചെയ്യുന്നവർ അവിടെ നിന്ന് തന്നെ പോയി എടുക്കുക. ഓൺലൈൻ എടുക്കുമ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇവർക്കൊന്നും ഇവിടെ ലൈസൻസ് ഉള്ളവരായിരിക്കണമെന്ന് നിർബന്ധവും ഇല്ലെന്നല്ല പറഞ്ഞത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു കുഴപ്പം അതാ. ഇത് കഴിഞ്ഞ് നമ്മൾ ആരോട് പോയി പറയും? നമ്മുടെ ഒരു ഉത്സവ സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ളൊരു സ്ഥലത്ത് പോയി നമ്മളൊരു സാധനം വാങ്ങിയാൽ നമ്മൾ കബളിപ്പിക്കപ്പെട്ടാലോ കുഴപ്പം പറ്റിയാലോ നമുക്ക് ആരോടും ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ പ്രത്യേകിച്ച് എല്ലാത്തിനും നിങ്ങൾ ബില്ലും വാങ്ങണം കേട്ടോ. അതുകൂടെ പറയാം. എന്താ കാര്യം വെച്ചാൽ നല്ല ബില്ല് ടൈപ്പ് പറയുമ്പോൾ 2 ടൈപ്പിലുണ്ട്, ഇൻവോയ്സും ഉണ്ട്, GST ഉണ്ട്. ഏത് നല്ല കടയിൽ പോയി ചോദിച്ചാലും GST ബില്ല് അവർ തരും. അപ്പം നമ്മൾ ശരിക്കും ചെയ്ത് കഴിഞ്ഞാൽ ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമല്ല, നമ്മുടെ ആളുകൾക്കും രാജ്യത്തിനും രാജ്യദ്രോഹമാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമുക്ക് സർക്കാരിന് വരേണ്ട നല്ല കാര്യങ്ങൾ കൊടുക്കാതിരിക്കുന്നതിലൂടെ സർക്കാരിന് കിട്ടുന്ന വരുമാനവും നഷ്ടപ്പെടുത്തുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. ഇപ്പോൾ ഈ ഓതറൈസ്ഡ് ഷോപ്പുകളാണെങ്കിൽ പോലും ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പം തൊട്ടടുത്ത സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ കൺസൾട്ട് ചെയ്യാനൊക്കെ വന്നിട്ട് തോട്ടങ്ങൾ കൺസൾട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ഉപയോഗിക്കേണ്ട കാരണങ്ങൾ അവർ എഴുതി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും കൂടെ കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകൾക്ക് അവിടെ ലൈസൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ തമിഴ്നാടിനോ കർണാടകയെന്നോ ആയിക്കോട്ടെ, അവിടെ ലൈസൻസ് ഉള്ള ഒരു പ്രോഡക്റ്റ് കേരളത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് കർഷകൻ അറിഞ്ഞിരിക്കേണ്ടത്, അത് നമ്മൾ മേടിച്ച് ഉപയോഗിക്കുന്നതിന് മുമ്പ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ GST വന്നതോടുകൂടി നമുക്ക് എവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനവും, അതായത് ഇന്ത്യയിലെ GST ഉള്ള ഏതൊരാളിനും ആ GSTക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. ആ ആളിന് അടുത്ത ആളിന് വിൽക്കുകയോ അടുത്ത വ്യാപാരിക്ക് കൊടുക്കുകയോ ഇതെല്ലാം ചെയ്യാം. പക്ഷേ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസ്, അതായത് നമ്മുടെ ജീവൻ രക്ഷാ മരുന്നുകൾ, എക്സ്പ്ലോസീവ്സ്, പിന്നെ നമ്മളിപ്പോൾ അറിയാമല്ലോ ചില മയക്കുമരുന്ന്, മദ്യത്തിൻ്റെ അങ്ങനെ ചില സാധനങ്ങളുണ്ട്. അതുകൂടാതെ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള, ലോകത്തിൽ ഏറ്റവും പ്രാധാന്യം കൃഷിക്കാണ്. ആ കൃഷിയുടെ സാധനങ്ങൾ, കൃഷി രക്ഷാ മരുന്നുകൾ അത് വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ഓതറൈസ് ആയിട്ടുള്ള ആളിൻ്റെ ലൈസൻസോടുകൂടി ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു കടയിൽ വിൽക്കണം. അതിനിപ്പം കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന സാധനത്തിനും കേരളത്തിൽ അതിന് സ്റ്റേറ്റ് ലൈസൻസ് എടുക്കണം, അപ്രൂവ് കിട്ടണം അല്ലേ. ഈ ഉള്ള സാധനം വിൽക്കാവുള്ളൂ എന്നാണ് നിയമം. ഇപ്പം ഇങ്ങനെ വിൽക്കുമ്പം നമുക്ക് ഗ്യാരണ്ടിയാണ്, കൃഷിക്കാർക്ക് ഗ്യാരണ്ടിയാണ്. കുഴപ്പം പറ്റിയാൽ നമുക്ക് സർക്കാരിൽ അല്ലെങ്കിൽ നമുക്ക് പരാതിപ്പെടേണ്ട ഫോറങ്ങളുണ്ട്, അവിടെ പരാതിപ്പെടാം. ഇതില്ലെങ്കിൽ നമ്മൾ ആരോട് പോയി പറയും? പിന്നെ ഈ സാധനങ്ങളുടെ ക്വാളിറ്റി മോശമാണെങ്കിലും കിട്ടും. പിന്നെ നമ്മളിപ്പം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആൾക്കാരിൽ നിന്ന് മാത്രം നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. നല്ല ആവശ്യങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ. പിന്നെ രണ്ടാമത് കമ്പനിയുടെ ആൾക്കാരൊക്കെ വരും, അവർ നമ്മൾ സ്വീകരിക്കുക. പിന്നെ അല്ലാതെ ഇത് ഈ എന്തുവാ നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ തൊട്ട് എല്ലാത്തിനും ഇതാണ് പരിഹാരം എന്നുള്ള രീതിയിൽ പറയും. എനിക്കും അറിയാവുന്ന ഒത്തിരി ആൾക്കാർക്ക് ഇത് ചെയ്താൽ മതി എന്ന് പറയും. അതിന് ഉദാഹരണം പറയാം. നമ്മുടെ സമീകൃത ആഹാരം എന്നും പറഞ്ഞ് നമ്മൾ പറയപ്പെടും നമ്മുടെ പാല എന്ന് കഴിഞ്ഞാൽ പാല് ഉള്ളതിൽ ഏറ്റവും നല്ല സമീകൃത ആഹാരം. എന്നാൽ പാലിൻ്റെയും കുറേ കുറവുകളുണ്ട്, അതിന് നമ്മൾ കഴിക്കുന്നുണ്ട്. ഈ പാല് മാത്രം കുടിച്ചാൽ നമുക്ക് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റും? അങ്ങനെയാണ് നമ്മളൊക്കെ അത് നന്നായി പോകത്തില്ല. അപ്പം പോരാ, അതിനുള്ള സാധനങ്ങളുണ്ട്. അപ്പം എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കിട്ടുന്ന രീതിയിൽ ഒരു പാക്കേജ് നമ്മൾ കഴിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് 100% ഇല്ലെങ്കിലും കുറച്ച് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെടിക്കും വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പോഷകങ്ങൾ കൊടുക്കണം. അപ്പം ഇത് ചില ആൾക്കാർ ഇപ്പം നമ്മൾ കാണുന്ന കാര്യമാണ്, ഇത് ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ടതെന്ന്. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പറയാം, നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് നമ്മളതിന് വിട്ടുപോകുക. ഒരു തെറ്റായ പ്രാക്ടീസ് കൊണ്ട് ഒരു തോട്ടത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു കർഷകൻ എവിടെയായിരിക്കും പരാതിപ്പെടാൻ സാധിക്കുക? ഇപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ഫോറങ്ങളിൽ നമുക്ക് പരാതിപ്പെടാം. ശരിക്കും കൃഷിക്കാർക്ക് അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് അംഗീകാരമുള്ള അടുത്ത് പോയി കഴിഞ്ഞാൽ അവരതിന് പരിഹാരം ചെയ്യുക, അല്ല അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടാം, അവരതിൻ്റെ കാര്യങ്ങൾ നടപടി ചെയ്യും. കൺസ്യൂമർ കോർട്ടുണ്ട്, ഉപഭോക്തൃ സംരക്ഷണ സമിതിയുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് ഒത്തിരി ഫോറങ്ങളുണ്ട്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനെല്ലാം പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിന് പ്രൂഫ് വേണം, ജെന്യുവിനായിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ പർച്ചേസ് വേണം. അതാണ് ഈ ബില്ല് ചോദിച്ച് വാങ്ങണമെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ ഇവിടെ കാണുന്നത് പിന്നെ നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ ആൾക്കാരെ പോയി കുറ്റപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു കുഴപ്പത്തിൽ പോയി ചാടുന്നതിന് മുമ്പേ കുഴപ്പം പറ്റാതിരിക്കാൻ നോക്കുക. എന്നിട്ട് പറഞ്ഞാലല്ലേ അവർക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. ഇത് ഊരും പേരും അറിയാൻ വയ്യാത്ത എവിടെ പോയി നമ്മൾ പറയും. പിന്നെ ഇപ്പം നമ്മൾ കാണാം, അതാണ് ഞാൻ പറഞ്ഞത്, ഇത് മതി, ഇതുണ്ടെങ്കിൽ നമ്മുടെ പണ്ട് കൊട്ടൻ ചുക്കാതി തൈലം എന്നൊക്കെ പറഞ്ഞ് വഴി വയ്ക്കും. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം സുഖപ്പെടുമെന്ന് പറയും, നമ്മൾ വാങ്ങിക്കൊണ്ട് പോകും. അപ്പോൾ ഈ കർഷകർക്ക് അപ്പോൾ ഒരു അവയർനെസ് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇനി നമുക്ക് ഈ ചൂട് കൂടിക്കുന്ന സമയത്ത്, ഇനിയിപ്പോൾ ഇത് ഏപ്രിൽ മാസം ആവുകയാണ്, ഇനി നമുക്ക് മഴക്കാലത്തിനോ അല്ല അടുത്ത സീസണിലേക്കുള്ള മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി
പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ മഴ കിട്ടിക്കഴിഞ്ഞു. ഇനി കർഷകന് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ ഓരോ കാര്യങ്ങൾ ആരംഭിക്കണം, അതിനെപ്പറ്റിയും കൂടെ നമുക്ക് ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ജനറലായിട്ട് ഇപ്പം അനുകൂലമായ സമയമാണ്. ഏകദേശം കുറച്ച് സ്ഥലങ്ങൾ അത്യാവശ്യം മഴ കിട്ടിയിട്ടുണ്ട്. അല്ലാത്ത തോട്ടങ്ങളിൽ നനയ്ക്കാനുള്ള സംവിധാനമുണ്ട്. എല്ലാവരും നന്നായിട്ട് പണി ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന മണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നവർ ചെയ്യുക, വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുക. കൂടാതെ ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ വേണ്ടവർക്ക് ഏതാണോ ഫെർട്ടിലൈസർ വേണ്ടത് ഈ കാര്യങ്ങളും കൊടുക്കണം. ഈ ഫെർട്ടിലൈസറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ പറയാം. ഏലത്തിനെ സംബന്ധിച്ച് 1:2 എന്നുള്ള റേഷ്യോ, അതായത് 1% നൈട്രജൻ ഉണ്ടെങ്കിൽ 1% ഫോസ്ഫറസ്, എന്നാൽ 2% അതിൻ്റെ നേരെ ഇരട്ടി പൊട്ടാസ്യം കൊടുക്കണം. ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ സഫീഷ്യൻ്റായിട്ട് കൂടുതൽ സ്ഥലങ്ങളിലുണ്ട്. കുറവുള്ളത് നമ്മൾ പരിശോധിച്ചിട്ട് തന്നെ കൊടുത്തു പോകണം. അത് എപ്പോഴും ചിന്തിക്കുക. ഏകദേശം നമ്മുടെ റെക്കമെൻഡേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് റെക്കമെൻഡേഷൻ എന്ന് വെച്ചാൽ 75 kg നൈട്രജൻ, 75 കിലോ ഫോസ്ഫറസ്, 150 കിലോ പൊട്ടാസ്യമാണ് വേണ്ടത്. അത് ഹെക്ടറിൻ്റെ കണക്കാണ് പറയുന്നത്. ഇപ്പോൾ അതിലും കൂടുതലൊക്കെ വേണം. എന്നുവെച്ചാൽ പലതും മണ്ണിലുള്ളതൊക്കെ പല സോഴ്സും നമുക്ക് പോയിട്ടുണ്ട്. കൂടാതെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം, മണ്ണ് ടെസ്റ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അത് ടെസ്റ്റ് ചെയ്തിട്ട് വേണം. നമ്മുടെ ഇപ്പം ഡെന്നീസിൻ്റെയും എൻ്റെയും ഒക്കെ പറമ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് വേണം നമുക്ക് ചെയ്യാൻ. ഈ സമയത്ത് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ സമയത്ത് ചെയ്യുമ്പം അധികമായിട്ടുണ്ടാകുന്ന മഴയെ പേടിക്കേണ്ട കാര്യമില്ല. പരിമിതമായിട്ടുള്ള ഈർപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കൂടാതെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസും പോഷകങ്ങളും ഒക്കെ ഭംഗിയായിട്ട് ചെടിയിൽ അതിൻ്റെ റിസൾട്ട് വരികയും ചെയ്യും. പിന്നെ അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. പിന്നെ നമ്മുടെ മണ്ണിൽ അസിഡിറ്റി ഉണ്ടെങ്കിൽ കുമ്മായത്തിൻ്റെ ആപ്ലിക്കേഷൻ, അതിൻ്റെ ഒരു 30 ദിവസം ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ. വിസേറിയം പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ. വിസേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേടിപ്പിച്ച് അങ്ങനെയാണ്. നമുക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുക. എല്ലാവരോടും ഒരുമിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചുമ്മാതെ ഒരു ഇതുണ്ട്. പിന്നെ ഇതുകൂടാതെ പൊടിമഴ പെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പൊടിമഴ പെയ്ത് കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ കൂടാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് കാണപ്പെടുന്ന ഒരു ഏറ്റവും വലിയൊരു വിഷയം വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ടെമ്പറേച്ചർ കൂടിയിരിക്കുന്ന സമയത്താണ് പല കീടങ്ങളുടെയും അല്ലെങ്കിൽ പല ഫംഗസിൻ്റെയൊക്കെ സ്പോർസ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അത് ഫിസേറിയം അടക്കമുള്ള കാര്യങ്ങളുടെ. കൂടാതെ നമ്മുടെ പുഴുക്കളുണ്ടല്ലോ, അതായത് തണ്ടുതുറപ്പൻ, തണ്ടുതുറപ്പം കൂടുതലായിട്ട് ശരം, കായതുറപ്പനൊക്കെ അറ്റാക്ക് കൂടുതലായിരിക്കും. ട്രിപ്സ്, അതിൻ്റെ കാരണം ഇതാണ്. ചൂട് കൂടുമ്പോഴത്തേക്കും പെരുകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിൻ്റെ ലൈഫ് ടൈം അല്ല കൂടുന്നത്, പെരുകാനുള്ള, അതായത് ഇപ്പം മുട്ട ചടപടാന്ന് മുട്ട വിരിയുന്നുണ്ട്. അതായത് 10 മുട്ട വിരിയുന്നതിന് 100 മുട്ട വിരിയും. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും കൂടും. പിന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ പക്കമൊക്കെ നോക്കണം. നമ്മുടെ പഴയ ആൾക്കാർ പക്കം നോക്കത്തില്ലേ? ഈ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്നവരാണെങ്കിൽ നല്ലതായിരിക്കും. മരുന്നടി കഴിവതും ചൂട് കുറഞ്ഞ സമയത്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടാനുമൊക്കെ സാധ്യതകൾ കൂടുതലായിരിക്കും. ഈ വേനൽക്കാലത്ത് ഇങ്ങനെയുള്ള മുൻകരുതൽ. പിന്നെ ഈ കവാത്തൊക്കെ കൂടുതൽ കിടക്കുവാണെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് ക്ലീൻ ചെയ്തെടുക്കുക. ഈ വെറ്റിംഗ് ഏജൻറ്റിനെ പറ്റി നമ്മുടെ ആൾക്കാർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. വെറ്റിംഗ് ഏജൻറ്റ് എന്നല്ല പറയുന്നത്, പശയെന്നാണ് പറയുന്നത്. ഈ പശയെന്ന് പറയുമ്പം അവിടെ തീർന്നു. അതായത് നമ്മൾ ഈ പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്ന രീതിയിൽ ഇതങ്ങനല്ല. ഈ നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ്റെ സർഫസ് ടെൻഷൻ കുറച്ചിട്ട് അത് പൊട്ടിച്ച് കളഞ്ഞിട്ട് 4 പാടും വ്യാപിക്കുക. കൂടുതൽ ഇത് ചെടിക്ക് അബ്സോർവ് ചെയ്യാനും അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ശരിയാവാനും വെറ്റിംഗ് ഏജൻറ്റ്, നല്ല വെറ്റിംഗ് ഏജൻറ്റുകൾ, അതിന് ഈ വലിയ കൂടിയ ഒന്നും വേണമെന്നില്ല, നോർമലായിട്ടുള്ള നല്ല വെറ്റിംഗ് ഏജൻറ്റ് നമുക്ക് ഉപയോഗിക്കുന്നത് ചേർക്കുന്നത് നല്ലതായിരിക്കും. നിർബന്ധമല്ല പറഞ്ഞ് വേണ്ടവർക്ക് ഏരിയ കവർ ചെയ്യാൻ നല്ലതായിരിക്കും. ഒരുപാട് നന്ദി സാറേ, നമുക്ക് ഇത്രയും അറിവുകൾ പറഞ്ഞു തന്നെ. നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ.